20 liters of water is used to fill 8 identical bottles. How much liters of water is there in each bottle? അപ്പോൾ 20 ലിറ്റർ വാട്ടർ 8 ബോട്ടിൽസിലോട്ടാണ് ഒഴിച്ചത് അല്ലേ. അപ്പൊ ഈ 20യെ നമ്മൾ എങ്ങനെ ഡിവൈഡ് ചെയ്തു? 8 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. അതായത് 20 ഡിവൈഡ് ബൈ 8. അത് എത്രയാണോ കിട്ടുന്നത് അത്രയും ആയിരിക്കും എവിടെ ഉണ്ടാവുക? ഓരോ ബോട്ടിലും ഉണ്ടാവുക. അപ്പൊ 20 ബൈ 8 എന്ന് ഒറ്റയടിക്ക് പോയി ഡിവൈഡ് ചെയ്യുന്നതിന് പകരം നമുക്ക് ഇതിനെ ഒന്ന് സിംപ്ലിഫൈഡ് ഫോമിലോട്ടാക്കാം. 20യും 8ഉം രണ്ടും ഈവൺ നമ്പേഴ്സ് ആയതുകൊണ്ട് നമുക്ക് 2 കൊണ്ട് ഡിവിസിബിൾ ആണല്ലോ. ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ 20 ഡിവൈഡ് ബൈ 2 എത്ര കിട്ടും? 20 ഡിവൈഡ് ബൈ 2 ചെയ്യുമ്പോൾ നമുക്ക് 10 എന്ന് കിട്ടും. സോ 10 ആൻഡ് 8 ഡിവൈഡ് ബൈ 2 ചെയ്യുമ്പോൾ 4 എന്ന് കിട്ടും. 10ഉം 4ഉം വീണ്ടും എന്താണ്? രണ്ടും ഈവൺ നമ്പേഴ്സ് ആണ്. അപ്പൊ വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ വീണ്ടും 10 ഡിവൈഡ് ബൈ 2 ചെയ്യാം. 10 ഡിവൈഡ് ബൈ 2 ചെയ്യുമ്പോൾ എത്ര കിട്ടും? 5 എന്ന് കിട്ടും. 5 ആൻഡ് 4 ഡിവൈഡ് ബൈ 2 ചെയ്യുമ്പോൾ 2 എന്ന് കിട്ടും. ഇനി നമുക്ക് കോമൺ ഫാക്ടേഴ്സ് ഒന്നും ഇല്ല. അപ്പൊ ഇവിടെ നിർത്താം. അതായത് 5 ഡിവൈഡ് ബൈ 2 മതി. അപ്പൊ ഇനി നമ്മൾ 5നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. കാരണം ന്യൂമറേറ്റർ 5 ആണ്. 5 2വിനെക്കാട്ടിലും വലിയ നമ്പർ ആണ്, ഡിവിസിബിൾ ആണ്. അപ്പൊ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 2 ടൈംസ് 2 4 എന്ന് വന്നല്ലേ. റിമൈൻഡർ 1 കിട്ടി. നമ്മൾ ആൻസർ എഴുതുന്നത് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഏറ്റവും മുകളിലുള്ള നമ്പർ 2 ആൻഡ് അങ്ങനെയാണ് കേട്ടോ മൂവ് ചെയ്യുക. 2 ആൻഡ് ഇനി റിമൈൻഡർ എടുക്കും 1 ഇവിടെ എഴുതി ബൈ 2 കണ്ടോ, ക്ലോക്ക് പോകുന്നത് പോലെ ഇങ്ങനെ കറങ്ങി വന്നു ഇവിടെ 2. അപ്പൊ 2 and 1 by 2 ലിറ്റർ ഓഫ് വാട്ടർ ആയിരിക്കും ഓരോ ബോട്ടിലും ഉണ്ടായിരിക്കുന്നത്. A rope of length 140 centimeters is cut into 16 equal pieces. What is the length of each piece? അപ്പം ഒരു വലിയ റോപ്പ് 140 സെന്റിമീറ്റർ ഉണ്ടായിരുന്നു. 140 സെന്റിമീറ്റർ ഉണ്ടായിരുന്ന റോപ്പിനെ നമ്മൾ എത്രയായിട്ട് ഡിവൈഡ് ചെയ്തു? 16 ഈക്വൽ പീസസ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. അപ്പൊ 140 ഡിവൈഡ് ബൈ 16, കാരണം 16 ആയിട്ടാണ് കുഞ്ഞു കുഞ്ഞു പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തത്. അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോൾ കിട്ടും എത്ര? ഒരു പീസിന്റെ ലെങ്ത് എത്രയാണെന്നുള്ളത്. ഇത് നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. 140 ബൈ 16 രണ്ടും നമുക്ക് 2 കൊണ്ട് ഡിവിസിബിൾ ആണ് അല്ലേ. 140നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ എത്ര കിട്ടും? 14നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താല് നമുക്ക് 7 എന്നല്ലേ കിട്ടുക. 14 ഡിവൈഡ് ബൈ 2. അപ്പൊ 140നെ ഡിവൈഡ് ചെയ്യുമ്പോൾ 70. ആ ഒരു 0 അതുപോലെ ഇങ്ങോട്ട് പോന്നു. ഇനി 16 ബൈ 2 നമുക്കറിയാം അല്ലെ, 8 ആണ്. 16ന്റെ ഹാഫ്. ഇനി 78. ഈ രണ്ട് നമ്പേഴ്സും ഈവൺ നമ്പേഴ്സ് ആണ്. വീണ്ടും നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പൊ 70നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം കേട്ടോ. 70നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പകുതിയാണ്, ശരിക്കും 35 ആണ്. എന്നാലും എങ്ങനെയാ വന്നതെന്ന് നോക്കാം. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 ടൈംസ് 3 6 വന്നു. റിമൈൻഡർ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 1 10. സോ 5 ടൈംസ് 2 10. കണ്ടോ, 35 അല്ലെ. അപ്പൊ ന്യൂമറേറ്ററിൽ 35 ആയി. ഡിനോമിനേറ്ററും നമ്മൾ അതേ നമ്പർ കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യണം. 8നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 4 എന്ന് കിട്ടി. ഇപ്പൊ 35ഉം 4ഉം നമുക്ക് കോമൺ ആയിട്ട് ഏതെങ്കിലും നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്നാ നോക്കുന്നത്. കോമൺ ആയിട്ടുള്ള നമ്പേഴ്സ് ഒന്നുമില്ല ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത്. അതുകൊണ്ട് നമ്മൾ 35നെ 4 കൊണ്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്യാൻ പോവാണ്. അപ്പോ 35ന്റെ തൊട്ടടുത്ത് വരുന്ന 4ന്റെ മൾട്ടിപ്പിൾ ആരാണെന്നാ നോക്കേണ്ടത്. അങ്ങനെ വരുന്നത് ആരാണ്? 32 ഉണ്ടല്ലേ. 32 4ന്റെ ടേബിളിൽ ഉണ്ടല്ലോ. 8 ടൈംസ് 4. അപ്പൊ ഇത് മതി. ഇനി സബ്ട്രാക്ട് ചെയ്യുമ്പോഴോ 3 ആണ് റിമൈൻഡർ വന്നത്. അപ്പൊ നമ്മൾ ആൻസർ എഴുതാൻ തുടങ്ങുന്നത് ഏറ്റവും മുകളിലുള്ള നമ്പർ ചെയ്യുന്ന 8. അപ്പൊ ആൻസർ 8 ആൻഡ് ഇവിടെ വരണം. ഇവിടെ വരുമ്പോൾ 3 അവിടെ ഇരിപ്പുണ്ട്. 3 ബൈ ഇനി ഇവിടെ വരണം 4. 8 ആൻഡ് 3 ബൈ 4 സെന്റിമീറ്റർ. കാരണം ക്വസ്റ്റിനകത്ത് സെന്റിമീറ്ററിലാണ് തന്നിരുന്നത്. നമ്മുടെ ആൻസറും സെന്റിമീറ്റർ ആണ്. അപ്പൊ 16 പീസസ് ആക്കിയപ്പോഴത്തേക്കും ആ ഒരു റോപ്പില് ഓരോ പീസിനും വന്നത് 8 ആൻഡ് 3 ബൈ 4 സെന്റിമീറ്റേഴ്സ് ആണ്. ഇനി ഈ ഒരു ക്വസ്റ്റ്യനും കൂടി നോക്കാം. ഇഫ് 215 kilograms of rice is divided equally among 15 people, how much kilogram of rice would each get? അപ്പം മൊത്തത്തിൽ ഉണ്ടായിരുന്നത് 215 കിലോഗ്രാം ആയിരുന്നു. 215 അതിനെ 15 ആയിട്ടല്ലേ 15 ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഡിവൈഡ് ബൈ 15. ഒറ്റയടിക്ക് പോയിട്ട് നമുക്ക് 215 ഡിവൈഡ് ബൈ 15 ഒക്കെ ചെയ്യാം. പക്ഷെ എന്നാലും കുറച്ചും കൂടി ഈസി ആൻഡ് കറക്റ്റ് ആൻസർ കിട്ടാൻ നമുക്ക് ഈ രണ്ട് നമ്പേഴ്സും 5ലാണ് എൻഡ് ചെയ്തിരിക്കുന്നത്. അതായത് ഈ രണ്ട് നമ്പേഴ്സും 5 കൊണ്ട് ഡിവിസിബിൾ ആണ്. അപ്പൊ 215 ഡിവൈഡ് ബൈ 5 ചെയ്യാം. അപ്പൊ 4 5s are 20 ആൻഡ് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ഇവിടെ 1 വന്നു. 15ൽ 3 ടൈംസ് അല്ലെ 15, ഇവിടെ 0. അപ്പൊ 43 ആയി ന്യൂമറേറ്റർ.
ഇനി നമ്മള് ന്യൂമറേറ്റർ ആരെ കൊണ്ടാ ഡിവൈഡ് ചെയ്തത്? 5 കൊണ്ട്. അതേ നമ്പർ കൊണ്ട് തന്നെ ഡിനോമിനേറ്ററിനെയും ചെയ്യണം കേട്ടോ, മറന്നു പോകരുതേ. അപ്പൊ 15 ഡിവൈഡ് ബൈ 5 ചെയ്യുമ്പോൾ 3 എന്ന് കിട്ടത്തില്ലേ? 43യും 3യും ഇനി നമുക്ക് ഇതിനെ ഡിവൈഡ് ചെയ്ത് ചെറുതാക്കാൻ പറ്റത്തില്ല. അപ്പൊ എന്ത് ചെയ്യും? 43 വലുതാണല്ലോ, അതിനെ നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ ഇവിടെ 1 ടൈം 3, ഇവിടെ 3 വന്നു. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 1 ആൻഡ് 13 വന്നു. അപ്പൊ 4 ടൈംസ് 3 12 ആൻഡ് ഇവിടെ റിമൈൻഡർ 1 വന്നു. അപ്പൊ ആൻസർ നമ്മൾ എപ്പോഴും ഇവിടെ മുകളിലുള്ള നമ്പർ കോഷ്യന്റ് എന്ന് പറയും, ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ 14 ആൻഡ് ഇവിടെ വരും അല്ലെ 1/3. അപ്പൊ 14 ആൻഡ് 1/3 കിലോഗ്രാം ആണ് ഓരോരുത്തർക്കും കിട്ടിയിട്ടുള്ളത്. കുട്ടികൾക്ക് നന്നായി മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.